ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പത്തിരി അല്ലെങ്കിൽ നൈസ് പത്തിരി എന്നൊക്കെ പറയും. അതിൻ്റെ കോമ്പിനേഷനായിട്ട് വറുത്തരച്ച ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റി കൊടുത്ത് മാവൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ബിഗിനേഴ്സിനൊക്കെ, അതായത് ഇപ്പോൾ കുക്കിംഗ് തുടങ്ങിയത് പുതുതായിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാകും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള പൊടി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇനി നമുക്കത് പരത്തി കൊടുക്കാം. 2 പുറം പൊടിയിട്ടതിന് ശേഷം നമുക്കത് പരത്തി കൊടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ 2 പുറം പരത്തി കൊടുക്കാൻ പറ്റില്ല. ഒരു പുറം മാത്രമായിട്ട് പരത്തി കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പത്തിരി ഇട്ട് കൊടുത്തിട്ട് ഒരു പുറം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ള കോമ്പിനേഷനായ വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാം. അതിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ചതച്ചെടുക്കാം. ശേഷം നമുക്ക് വഴന്നു വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളകൊന്നും മാറിയതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അങ്ങനെ തക്കാളി എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മൂടി വെച്ച് വിസിലടുപ്പിക്കുക. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു മുറി തേങ്ങ ചിരണ്ടിയതും 2-3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ തേങ്ങയെല്ലാം നല്ലപോലെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെന്ത് വന്ന ചിക്കനിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് ഉള്ള വറവ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ തിളച്ച് വന്ന കറിയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തതിന് ശേഷം നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇവിടുത്തെ വറുത്തരച്ച ചിക്കൻ കറി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.